ഗൈസ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ആകാശം എന്തൊക്കെ? ആകാശത്തെ ഓക്കെ ഡോഡ്ജി ഉണ്ട്, നമ്മളെ മുത്തോണി ഉണ്ട്. എന്നെ കാണിക്കാം. ഗൈസ് ശ്രീഹരിയെ കണ്ടോ? ഓ കൂലി 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 ഗൈസ്, ഇത് നമ്മള് എന്താ പറയാ ഒരു റീൽ എടുക്കാൻ വേണ്ടി പോവാന്ന്. അജുവാന്റെ വീട്ടില് ഓണം കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഇതുണ്ടേ. ഓണം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളെ വെബ്സൈറ്റ് ഒന്ന് അടിപൊളി ഒന്ന് മാറ്റി പ്രീമിയം ആക്കി ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഗൾഫിൽ നിന്നെല്ലാം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അച്ഛനെ UK ഷിപ്പിംഗ് ഉണ്ടോ, ഗൾഫിലേക്ക് ഷിപ്പിംഗ് ഉണ്ടോ, UAE ഷിപ്പിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് യെസ്, ഓണം കഴിയട്ടെ. ഓണം കഴിയുന്നവരെ നമ്മൾ ജസ്റ്റ് നാട്ടിലുള്ള ആൾക്കാർക്ക് മറ്റേ ഗീവ് അവേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മഴമൂടലുണ്ടല്ലേ, മരമൂടല്. അപ്പം മഴമൂടൽ ലൈറ്റ് അധികം പോകുന്നതിന്റെ മുന്നേ അജുവാന്റെ വീട്ടിൽ പോകണം. അജുവാന്റെ വീട്ടിൽ പോയിട്ട് ഒരു റീൽ എടുക്കണം. സുപ്രീം ലാൻഡ് ക്രൂസറും വെച്ചിട്ട് ഒരു റീൽ എടുക്കണം. എന്റെ ശ്രീധരന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവനൊരു ആഗ്രഹം, അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അത് എടുക്കണം. ഇപ്പൊ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് എല്ലാം കൂടുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി കണ്ടന്റ് ഇറക്കണേ. അപ്പൊ അതിനു വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ ആ റീല് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി, Sri.vc. അതിൽ കിടുന്ന കാർ കണ്ടന്റ് അങ്ങനത്തെ എന്തെല്ലോ കണ്ടന്റ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഫോളോ അടിച്ചാൽ മതി. പിന്നെ ഈ റീല് വരാൻ ഒരു 4-5 ദിവസം എടുക്കും. ഞാൻ ശനിയാഴ്ച പോസ്റ്റ് ചെയ്യില്ല, അന്നേരമാണ് കൂടുതൽ ഫ്രീ ആയിട്ടുള്ള പിള്ളേഴ്സ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ വീഡിയോ അടിച്ചങ്ങ് കേറും. എന്റെ മോനെ ഇജാതി പാർക്കിങ്. അപ്പം ഇത് മാറ്റുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റുന്നു. ഇത് ചിലപ്പോ മാറ്റേണ്ടി വരും അല്ലേ? അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ലാൻഡ് ക്രൂസർ നമ്മൾ കുറച്ച് മുന്നോട്ടിടും, എന്നിട്ട് നമ്മൾ വീഡിയോ ഷൂട്ടിങ് തുടങ്ങും. നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ ഇപ്പം? പുല്ല് വെട്ടുന്നത് പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മളെ ഡോഡ്ജി കുട്ടനുണ്ട്. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇന്ന് ഞാൻ ജയിച്ചില്ലേ? എടുക്കേണ്ട ചാനലല്ലോ, താങ്കളല്ലേ? അല്ല, പെട്ടെന്ന് തന്നെ എടുത്ത് അധികം സംസാരിക്കുന്നില്ലായിരുന്നു. ഇത് പോരെ, വീടിട്ടാ പോരെ നമുക്ക്. ഈ ഒരു വണ്ടി ഇവിടെ എനിക്ക് ഞാൻ ലാൻഡ് ക്രൂസിൽ നിന്ന് ഇറങ്ങി വരും. ജീവിതം എങ്ങനെയുണ്ട്? പുല്ല് വിട്ടായിരുന്ന മഴ പെയ്ത്, മഴ മാറിയിട്ട് ഷൂട്ടിങ് കഴിഞ്ഞു. ഇനി അതിന്റെ പിന്നെ എഡിറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ശ്രീഹരി ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഈ ഷർട്ട് മാത്രമല്ല, വേറെ ഷർട്ട് ഉണ്ടോ? വേറെ ഉണ്ട്, വൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് എടുത്തു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു വൈറ്റ് ഓണത്തിന് എടുക്കാം, പക്ക ഓണത്തിനല്ലേ. ഇത് ജസ്റ്റ് അല്ല ഷർട്ട്, ഇത് ജസ്റ്റ് ഒരു സാധാ റീലാണ്. ഓണത്തിന്റെ വേറെ എടുക്കണം. ഇത് വേറെ ഏതൊരു കളറില്ല അറിയാം. വൈറ്റ് ഉണ്ട്, മഞ്ഞുണ്ട്, നേവി ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക്. ആ പരിപാടി സ്റ്റീഫൻ ചെയ്തു. 100% ലിനൻ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അതിന്റെ ഒരു ക്ലാസ് അല്ലേ ഗൈസ്? ഇത് പെയ്ഡ് അല്ല ഗൈസ്. ഇത് പിന്നെ ഇവൻ ആദ്യം വെള്ള മുണ്ടെടുക്കാനാണ് വിചാരിച്ചത്. ഗോൾഡ് ഉണ്ടായിന്, ഗോൾഡ് കര അല്ല, അങ്ങനല്ല. വെള്ളയും ഗോൾഡും കര, വെള്ളയും ഗോൾഡും എന്നുവെച്ചാ വെള്ള മുണ്ട് ഗോൾഡൻ കര. ഇതിന്റെ കൂടെ പോവാൻ പാടാ. എന്റെ കൂടെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് രസാണത്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഈ ഓണത്തിന് കറുപ്പിട്ടല്ലോ. അല്ലെ ഒരു കറുത്ത കരമാണ്, വെള്ളമുണ്ട്, ലൈറ്റ് ബ്ലൂ. ഋഷോ ഇടുന്നില്ലേ? ഋഷോ ഓണത്തിലുള്ള വല്ല ജില്ലായിട്ട് വരാം. ഓണത്തിനല്ല, മൊത്തത്തില് മുണ്ട് കൊടുക്കലുണ്ട് ഓണത്തിന്. മുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുണ്ടല്ലോ എടുത്തേ, എല്ലാരും മുണ്ടെടുത്തേ കഴിഞ്ഞ പ്രാവശ്യം. അല്ല, ഒരു മിനിറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലാണ്ടേ. ഇപ്രാവശ്യം ഓണം നമ്മളാദ്യം ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ വിചാരിച്ച, പക്ഷെ എല്ലാരും തിരക്ക്, എല്ലാവർക്കും ജോലി കിട്ടി പല സ്ഥലത്ത്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊരു സമയം വേണ്ടേ, അപ്പോൾ ഡാൻസ് ഉണ്ടല്ലോ.
പക്ഷെ നമ്മള് ഓണത്തിന് സജീവമായിട്ട് നിൽക്കുന്നതായിരിക്കും. ഓണത്തിന് രാവിലെ പോയി 31-ാം തീയതി ഉണ്ടാവില്ലേ? കുരിയാച്ചൻ വരുന്നുണ്ട്. കുരിയാച്ചൻ നൈസ്. കുരിയാച്ചന്റെ വ്ളോഗിൽ ഞാൻ നീ പിന്നെ തനിസായിട്ട് ഉണ്ടാവോ? വരുവോ? തോന്നുന്നില്ല. പുള്ളി എവിടെ പോയത്? ജോർജിയല്ലേ? ജോർജിയല് എനിക്ക് തോന്നുന്നുണ്ട് കാണുന്നു. പിന്നെ അബീത്ത് ഉണ്ടാവും, റിഷോൺ ഉണ്ടാവും, ഷിയോൺ ഉണ്ടാവില്ല, പ്രസിദ്ധേട്ടൻ ഉണ്ടാവും, ബേസിൽ ഉണ്ടാവില്ല. റോബിയാണോ അല്ലേ? അടുത്താഴ്ച വരും. അടുത്താഴ്ച എത്തും. റോബിയായിട്ട് ആരെങ്കിലും നാട്ടിൽ നിന്ന് കണ്ട? റോബിയാട്ടിന്റെ നാട്ടിൽ നിന്ന് കണ്ട മന്തി കഴിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരോട്. കാശ്മീരം കണ്ട ഇപ്പം മറ്റേ ലഡാക്ക് വരെ പോയി. ഇപ്പൊ തിരിച്ചു ലഡാക്കിൽ പോയി ആശാൻ. എനിക്ക് ആവശ്യം കയറിയിട്ട് ഞാൻ ലഡാക്കിലേക്ക് ഡിസംബറിൽ പോയല്ലോ. അന്നേരം ഫുള്ള് ക്ലോസ്ഡാ. ഭയങ്കര വിഷയമാണ്. അതിനെക്കാട്ടല്ല പോകാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ മറ്റേ ഓടിക്കല്ലേ ലാൻഡ് ക്രൂസർ ഓടിക്കല്ലേ? കുറവല്ലേ? പക്ഷെ ഇതാണ് ഫാമിലി ആയിട്ട് പോകുമ്പോ പള്ളിയിൽ പോകുമ്പോ ഇതാ എടുക്കാം. അവരില്ല, അപ്പനമ്മയില്ല, അതുകൊണ്ട് എടുക്കാറില്ല. ഞങ്ങളിത് 7 വർഷം 17 കിട്ടാൻ കറങ്ങാം. കളർ പക്ക കളർ. ഫുള്ള് പെയിന്റ് പരിപാടിയൊക്കെ ചെയ്തിട്ട് അവര് വെച്ചേ. പെയിന്റിൽ ഒന്നും പെയിന്റ് ഡാമേജ് ഒന്നും ഇല്ലല്ലോ അധികം. ലോ മൈലേജ് ആണ്. എത്ര ഞാൻ മേടിച്ചപ്പോ 38,000. അത്ര എവിടെയുള്ളൂ? ഓ നല്ല കിട്ടറ. അപ്പൊ നൈസാണ്. ഇത് എങ്ങനെ കണ്ടുപിടിച്ച വണ്ടി? കാർമാക്സാ? കാർഫാക്സ്. ഇതിന് ട്രക്ക് സെയിം ആടാ, സെയിം എഞ്ചിൻ, സെയിം സാധനം. ഒറ്റ ഓണർ ഉണ്ടേ ഉള്ളൂ. ഇത് 3 ഓണർ. ഇത് ആരും അങ്ങനെ. പക്ഷെ ഇത് കുറച്ചും കൂടി പ്രീമിയം സാധനം. മൈലേജ് ഇവിടെ മേടിക്കല്ലോ. ഇവിടെ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇവിടെ എങ്ങനെയുണ്ട് മൈലേജ്? എങ്ങനെയുണ്ട് നീ? 12 ഹൈവേലും ഇതില് മറ്റേ പെയിന്റ് പ്രൊട്ടക്ഷൻ. നാട്ടിൽ ഭയങ്കര ഓവർ പ്രൈസ് അല്ലേ സാധനം? ഓവർ പ്രൈസ് ഇല്ല വണ്ടിക്ക്. വില ഉണ്ട്. 1.5 കോടിയൊക്കെ ഉണ്ട്. ഇതിന് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒട്ടിച്ചാ? സ്റ്റോക്ക് കമ്പനി. പെയിന്റ് ഡാമേജ് ആവില്ല ഫ്രണ്ടിൽ. ഡോഡ്ജിനതില്ല. ഇതിങ്ങനെ ചെറിയ ചെറിയ ചിപ്പ് അടിച്ചടിച്ചടിച്ച്. ഇതിന് ഫുൾ ഉണ്ട്. ഇതിന് ബമ്പറില്ല. ഇതിന് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓ ഇത്രേ ഉള്ളൂ? താഴോട്ടില്ല? ഇത് ഇതിനുണ്ട്. ഇതിന്റെ റിവ്യൂ ആണ് ഗൈസ്. നല്ല വണ്ടി അല്ലേ? ഓടിക്കാനൊക്കെ നൈസല്ലേ? സ്മൂത്ത് അല്ലേ? ഞാൻ ഒന്ന് ഓടിച്ചിന്. നീ ഓടിച്ചില്ലേ? ഞാൻ ഓടിച്ചില്ല ഇതുവരെ. നീ ഓടിച്ചിട്ടില്ല? ഡോഡി ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ചില്ല അന്ന് വീട്ടിൽ വന്നാലും. ഒച്ചയില്ലേ? ഓ അങ്ങനെ. തിരിച്ച് വീട്ടിലെത്തി. ആസ് യൂഷ്വൽ 10 മണിയായി. കുറച്ച് പിന്നെ വീഡിയോസ് എടുത്ത് തീർക്കാനും അതെല്ലാം ആയതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. റീലിന്റെ ക്ലിപ്സ് എല്ലാം എടുക്കാൻ വേണ്ടി ഇരുട്ടാവുന്നതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഇരുട്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് റീൽ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ ഇവന്റെ ഫോണിലാണ് നമ്മൾ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്തത് കേട്ടാ. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഒന്നുമില്ലല്ലോ. നമുക്ക് ഡെയിലി തോട്ടിലേക്ക് കിടക്കണ്ടേ? ഡെയിലി തോട്ടിലേക്ക് കിടക്കണ്ടേ? അതായത് നമ്മുടെ ചുറ്റും ഈ ലോകം മൊത്തം നമ്മളെ ചുറ്റും ക്യാൻസൽ. ചുറ്റും അയച്ചാളാ അല്ല, അവർക്ക് അതായിരിക്കും താല്പര്യം. നമ്മളെ ചുറ്റും വിട്. ഓക്കെ, ഈ ലോകം മൊത്തം എടുക്ക്. ഓക്കെ, വലിയ ചുറ്റും ലോകം മൊത്തം എടുത്തു കഴിഞ്ഞാല് എത്രയോ കോടി ജനങ്ങൾക്ക് ക്ലീൻ വാട്ടർ ഇല്ല. ഒരു ദിവസം കുടിക്കാനുള്ള വെള്ളം അവൈലബിൾ അല്ല. ഇത് ശരിക്ക് അനലൈസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രശ്നം അതൊന്ന് അനലൈസ് ചെയ്ത് വെച്ചോ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, ഒരു വീടുണ്ട്, പോകാനൊരു വണ്ടി, എല്ലാ ദിവസവും രാവിലെ ഉച്ചക്കും വൈകുന്നേരം നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിച്ചസ്റ്റ് പെർസെൻറ്റേജിലായി ഓൾറെഡി. പൈസേൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ചിലപ്പം പുറകോട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള പൈസ ചിലപ്പോൾ നിങ്ങളിൽ ഇല്ലായിരിക്കും. പക്ഷേ ബേസിക് സാധനങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്ക് കവേർഡാണ്. അപ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി അതിനെ കാണാം. ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. അതുപോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ മുന്നിലുണ്ട്. കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിനെ
റെസ്പെക്റ്റോടുകൂടി കണ്ടിട്ട് വലിയ വലിയ ഡ്രീംസും കാര്യങ്ങളൊക്കെ ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയ്യോ എനിക്ക് അതില്ല, എൻ്റെ ജീവിതം പുറം അലമ്പാണ്, ഞാൻ ഭയങ്കര അങ്ങനെ പറയരുത്. നമുക്കിപ്പോൾ കിട്ടുന്നതന്നെ വലിയ ഭാഗ്യമാണ്. അത് ചിലവരുടെ ഡ്രീം ലൈഫാണ്. അതാണ് എൻ്റെ ഡെയിലി തോട്ട്. ഓക്കെ ശരി, പാട്ട് പിക്ക് ഡെയിലി പാട്ട് ഇങ്ങനെ പാട്ട് പാടി എല്ലാ ദിവസം പാട്ട് പാടിയല്ലേ സ്റ്റോക്ക് തീർന്നു കിട്ടാ. എനിക്ക് പാടാൻ അറിയുന്നത് കുറച്ച് പാട്ടേ ഇല്ല, അത് സ്റ്റോക്ക് തീർന്നു പോവേ. പക്ഷെ എനിക്കൊരു പാട്ടുണ്ട്, കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 മിന്നൽ വാള കയ്യിലെത്തി. അത് പോകും. മണിച്ചാണ്ടല്ലേ മണിച്ചോട്ട് തെക്കപ്പുറത്ത പ്ലാവമ്മണ്ടോപ്പ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പ. തെക്കപ്പുറത്ത പ്ലാവമ്മണ്ടോപ്പ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പ. വേറെ അത് മതി. മതിയോ? ഓക്കെ, അത് ടു വരി പാട്ടുകൾ. ഓക്കെ, വളരെ 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 ചെറിയൊരു വീഡിയോ മീൻസ് ഒരു 9 മിനിറ്റ് ഉണ്ടാവും. അത് ഞാനല്ലേ പിന്നെ എന്താ പറയാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ജോലി തിരക്കും, അപ്പൊ നിങ്ങൾ പറയും എക്സ്ക്യൂസ് ആണ്. അല്ല, എനിക്ക് ആക്ച്വലി അത്രയും മണിക്കൂറുകൾ എൻ്റെ ജോലി സ്ഥലത്ത് പോയി നിന്നാൽ മാത്രമേ എനിക്ക് അതിന് എസ്കേപ്പ് ഉള്ളൂ. മനസ്സിലായ? ഇവിടെ വന്നിട്ട് ട്യൂസ്ഡേസും തേഴ്സ്ഡേസും നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഷെഡ്യൂൾ അറിയായിരിക്കും. ട്യൂസ്ഡേസും തേഴ്സ്ഡേസും എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അത് 1.5 മണിക്കൂറുണ്ട്, 7 മണി to 8:30 വരെ. പിന്നെ കിട്ടുന്ന 8:30 to 10 മണിയാണ് ടൈം. വലുതായിട്ട് നമുക്കൊന്നും എന്റർടൈനിങ് ഒന്നും പരിപാടിയൊന്നും ആ ടൈമിൽ ഉണ്ടാവില്ല. ചെറിയ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ പ്രോഗ്രാമിന്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തേ. പ്രോഗ്രാം അത് വേറെ സംഭവം. പ്രോഗ്രാം സൺഡേ നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് അത് വാക്ക് പറഞ്ഞല്ലേ? നമ്മള് സൺഡേ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. കാരണം എന്താ, നമുക്ക് കോഴ്സ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു, ഒരു വിഷയമില്ല, നമുക്ക് ലോഞ്ച് ചെയ്യാതെ. പിന്നെ ഡൊമൈൻ സെറ്റാണ്, വെബ്സൈറ്റ് സെറ്റാണ്, എല്ലാം പരിപാടി ഓക്കെ പക്കയാണ്. ലാസ്റ്റ് ആ ഒരു സംഭവമില്ലേ, പേയ്മെന്റ് ഗേറ്റ് വേ, അത് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അമേരിക്ക, അതായത് ഇവിടുന്ന് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലായി അത് എന്ത് ചെയ്ത് അമേരിക്കൻ അക്കൗണ്ടായി മാറി. അപ്പൊ ഇന്ത്യൻ പേയ്മെന്റ് ഗേറ്റ് വേ അതിൽ കണക്ട് ആവില്ല. അപ്പോഴേക്ക് നമ്മള് ഇത് കാരണം എന്ന് വെച്ചാൽ, ഇത് വിഷയം എന്ന് വെച്ചാല് എന്നോട് ആദ്യം എല്ലാരും ചോദിക്കുന്നുണ്ട് അതിനെ കോഴ്സിനെ കുറിച്ച്. ഇപ്പൊ എന്നോട് എല്ലാരും ചോദിക്കുന്നത്. ഇഷ്ടംപോലെ കഴിഞ്ഞു, എന്റെ ഭാഗം ഞാൻ തീർത്ത് കംപ്ലീറ്റ് ചെയ്തു. എന്റെ ഭാഗം ചെയ്തു കൊടുത്തു. നമ്മുടെ ഭാഗത്തില്ല അല്ല ഇത്. അത് അവരുടെ വെബ്സൈറ്റിൽ ഇന്റഗ്രേഷന്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ട് അവർ സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്ക് ഞാനൊന്നും നേരത്തെ ഒന്നും വാഗ്ദാനങ്ങൾ പറഞ്ഞില്ല. മിക്കവാറും അവർക്ക് 24 മണിക്കൂർ കൊണ്ട് സെറ്റ് മിക്കവാറും ആവും. പിന്നെ ഏട്ടൻ മിക്കവാറും 200K അടിക്കും ഇൻസ്റ്റാഗ്രാമിൽ. 200K നമ്മളെ ബ്രോഡ്കാസ്റ്റ് 20K ആയി. താങ്ക് യു സോ മച്ച്. 200K അടിക്കാറായി നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ. താങ്ക് യു സോ മച്ച്. ഞാൻ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കുന്നത് കുറെ നാൾ മുന്നേ നിർത്തിയ സംഭവമാണ്. പക്ഷെ ഇതൊരു ഗ്രേറ്റ്ഫുൾ ആണ്, ബിഗ് മൈൽ സ്റ്റോൺ ആണ്. ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനും ഇപ്പം ഈ ഇന്ന് ഷൂട്ട് ചെയ്ത റീൽ ഇറക്കുമ്പോൾ ഒരു 60K അടിക്കും. നിനക്കിപ്പോ എത്രയായി? 58.3. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക. വൈബ് സോണിന്റെ പിള്ളേരാണെന്ന് നിങ്ങൾ ഉള്ളിൽ തട്ടി നിങ്ങളൊരു വൈബ് സോൺ സബ്സ്ക്രൈബർ ആണെങ്കിൽ, ലോയൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ അലമ്പ് പരിപാടിക്കൊന്നും നിങ്ങൾ പോവില്ല. ഓട്ടോമാറ്റിക്കായി നിങ്ങളെ മൈൻഡ് അവിടെ കട്ട് ചെയ്യും. നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ലൈഫ് ബിൽഡിങ്, നല്ല നല്ല സാധനങ്ങൾ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ചെയ്യുക. ഇല്ലാത്ത പരിപാടിയാണെങ്കിൽ അലമ്പ് പരിപാടിക്കൊന്നും പോകാൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരിത്. അതല്ലേ ഒരു ഇത്, അതാണല്ലോ ഇത്. എന്നെ നിങ്ങളൊരു ഏട്ടനെ പോലെ കണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും. എന്നെക്കാളും വയസ്സുള്ളവരാണെങ്കിൽ എന്നെ ഒരു അനിയനെ പോലെ കണ്ടോളൂ. ഓക്കെ, വേറൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. അടക്കം തെറ്റിപ്പോയി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രാവിലെ 4:30 എണീറ്റ് പോകുന്നതാണ്. ഓക്കെ, അതൊന്നും പറയണ്ട. ഇല്ല, എനിക്ക് റീ എൻട്രി ചെയ്യാൻ സമയം. പീസ് പറയുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ഫോളോ ആക്കി എനിക്ക് 60K ആക്കി തരണം പ്ലീസ്. അതെന്റെ ഒരു എന്നാ ഈ പറയുന്നത്, അതിയായ എനിക്ക് എല്ലാം ഉണ്ട്, വരാത്ത അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളെല്ലാവരും പോയി ഫോളോ ആക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മളൊരു ഐഫോൺ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, ഐഫോൺ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ഷർട്ട് വാങ്ങുക. പിന്നെ ഷർട്ടിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിയാൽ മതി. ഐഫോൺ വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഇങ്ങനത്തെ ക്വാളിറ്റി ലിനൻ ഷർട്ട്സ് ഉണ്ട്, പിന്നെ പാൻസ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട്.
അപ്പം നിങ്ങൾ ഇഷ്ടംപോലെ പോയി ചെയ്യും. ഓക്കെ, ദി വൈബ്സ് ഉണ്ടാക്കാം.